അപ്പോൾ ഇപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ബി.ജെ.പിക്ക് മാത്രമേ ഇനി കേരളത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഒരു വികസിത തൃപ്പൂണിത്തുറ നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്തത്രയും ഒരു വികസനം കൊണ്ടുവരാൻ ബി.ജെ.പിക്ക് സാധിക്കുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മോദിജി ഇപ്പൊ മെഡിസിന്റെ ഇതുണ്ടല്ലോ, അതെ ജനൌഷധി, അതാണ് എല്ലാവർക്കും ഭയങ്കര 2000-3000 രൂപ കൊടുത്ത് മരുന്ന് വാങ്ങിക്കുന്നവർക്ക് 500 രൂപ താഴെ മരുന്ന് കിട്ടുന്നുണ്ട്. അതൊക്കെ കൊണ്ട് നമ്മളോട് ഭയങ്കര കരുതിയ മോദി ഒരാളാണല്ലോ എന്നുള്ള ഒരു ഇഷ്ടം. നമസ്കാരം. ഇന്നുള്ളത് മലയാളത്തിന്റെ മഹാനടൻ തിലകൻ ചേട്ടന്റെ മകനും അതുപോലെ തന്നെ ബി.ജെ.പിയുടെ കാൻഡിഡേറ്റുമായിട്ടുള്ള ഷിബുചേട്ടന്റെ ഒപ്പമാണ്. ഷിബുചേട്ടൻ മാത്രമല്ല, ഷിബുചേട്ടന്റെ ഭാര്യ ശ്രീമതി ലേഖ, അതുപോലെ തന്നെ അവരും ഈ പറയുന്ന പോലെ ബി.ജെ.പിയുടെ കാൻഡിഡേറ്റ് ആണ്. രണ്ടുപേരോട് നമുക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിക്കാം. ചേട്ടാ, എന്തൊക്കെയാണ് ബി.ജെ.പിയിലേക്ക് എത്തി കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് ജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായം? ഈ പ്രാവശ്യം വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ആണ്. എല്ലാവരും നല്ല സ്വീകരണമാണ് വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ. നമ്മളെ വീട്ടിൽ വിളിച്ചിട്ട് ചായ തരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് എല്ലാവർക്കും ഒരു മാറ്റം ആണ് എല്ലാവരും പ്രതീക്ഷിക്കുന്ന മാറ്റം. അപ്പോൾ ഇപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ബി.ജെ.പിക്ക് മാത്രമേ ഇനി കേരളത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. കാരണം നമുക്കറിയാം, നമ്മൾ ജനിച്ചു വളർന്ന ഒരു പ്രായമാകുമ്പോൾ നമ്മൾ കുറേ ശീലങ്ങളുണ്ടാവും. പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് ആ ശീലമൊന്നും മാറ്റാൻ പറ്റില്ല. അപ്പം യു.ഡി.എഫ് എൽ.ഡി.എഫും കുറേ വർഷങ്ങളായിട്ട് ഒരു ശീലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ശീലത്തിൽ നിന്ന് അവർക്ക് എന്തായാലും ഉടനെ മാറാൻ പറ്റത്തില്ല. ബി.ജെ.പിയുടെ ശീലം അതുമായിട്ടൊന്നും ബന്ധമില്ല. ബി.ജെ.പി ഒരു പുതിയ ഒരു സംവിധാനമാണ്. ബി.ജെ.പി ഒരു പുതിയ ഒരു വികസനത്തിന്റെ ഒരു മാർഗരേഖയായിട്ടുമാണ് കേരളത്തിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പം നമുക്കറിയാം, മോദിജിയുടെ കഴിഞ്ഞ 11 വർഷത്തെ ഭരണം കൊണ്ട് ഇന്ത്യക്ക് ഉണ്ടായ മുന്നേറ്റം നമുക്കറിയാം. അത് തന്നെ കേരളത്തിൽ വരാൻ വേണ്ടി ജനങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് തൃപ്പൂണിത്തുറയിൽ നമ്മൾ ജനങ്ങളോട് പറയുന്നത്, തൃപ്പൂണിത്തുറയിൽ ബി.ജെ.പി ഇപ്പോൾ ഒരു പ്രധാന പ്രതിപക്ഷമാണ്. നമുക്ക് നിലവിൽ 17 കൗൺസിലേഴ്സ് ഉണ്ട്. അപ്പം തൃപ്പൂണിത്തുറയിൽ ബി.ജെ.പി ഭരണത്തിൽ വരാൻ സാധ്യതയുണ്ടെന്ന് സാധാരണ ജനങ്ങൾ പോലും ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കും എല്ലാവർക്കും ബി.ജെ.പിയുടെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഇത്തവണ അവസരം തരണം. 5 വർഷം നമുക്ക് അവർക്ക് സേവനം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു തൃപ്പൂണിത്തുറ മുഖച്ഛായ മാറ്റിയെടുക്കാൻ സാധിക്കും. ഒരു വികസിത തൃപ്പൂണിത്തുറ നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്തത്രയും ഒരു വികസനം കൊണ്ടുവരാൻ ബി.ജെ.പിക്ക് സാധിക്കുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ എത്രാമത്തെ വാർഡിലാണ് ഇപ്പോൾ മത്സരിക്കുന്നത്? ഞാൻ 20 നമ്പർ ഡിവിഷനാണ്. തിരുവാങ്കുളം ജംഗ്ഷനൊക്കെ ഉൾപ്പെടുന്ന തിരുവാങ്കുളം എന്നാണ് വാർഡിന്റെ പേര്. ഞാൻ താമസിക്കുന്ന വാർഡ് 19 തൊട്ടടുത്ത വാർഡിലാണ്. അവിടെ എൻ്റെ ഭാര്യയാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഈ തിരുവാങ്കുളം വാർഡൊക്കെ ഞാൻ ചെറുപ്പം മുതലേ അവിടെ കളിക്കാനും ഒക്കെ പോയിരുന്നതും കൂട്ടുകാരൊക്കെ ഉള്ളതും ആ വഴിയൊക്കെ സഞ്ചരിച്ച് നിരവധി കഴിഞ്ഞ 45 വർഷമായിട്ട് അവിടെ താമസിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ സഞ്ചരിച്ചിട്ട് നമുക്കവിടെയൊക്കെ പരിചയമുള്ള സ്ഥലങ്ങളാണ്. പിന്നെ പുതിയ കുറച്ച് കുടുംബങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അവരെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ അവർക്കും വളരെ താല്പര്യമാണ് നമ്മുടെ ഒരു കൗൺസിലർ അല്ലെങ്കിൽ നമ്മുടെ ഭരണം തൃപ്പൂണിത്തുറ വരാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് അവരും വിശ്വസിക്കുന്നുണ്ട്, നാട്ടുകാരും വിശ്വസിക്കുന്നുണ്ട്. എല്ലാവരും ഞങ്ങൾ മടുത്തു, ഞങ്ങൾക്ക് മതിയായി എന്നുള്ളതാണ് അവർ ഞങ്ങളുടെ അടുത്ത് പറയുന്നത്. മിക്കവാറും വീടുകളിലൊക്കെ ഇപ്പൊ എനിക്ക് ഒരു റൗണ്ട് പോലും ഇപ്പൊ പൂർത്തിയാക്കാൻ സാധിച്ചില്ല. കാരണം ഏത് പിടിച്ചെന്നാലും നമ്മൾ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് സംസാരിച്ചതിന് ശേഷമേ അവിടെ അവർ പോകാൻ അനുവദിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞത് എനിക്ക് അടുത്ത് എനിക്ക് കയറിയിരിക്കുക. അപ്പൊ നമുക്ക് നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് കയറിയിരിക്കാതെ ഇരിക്കാനും പറ്റില്ല. കാരണം ഒരാൾ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ അവരെ ആദരിക്കണമല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ എല്ലാ വീട്ടിലും സംസാരിച്ച് ഒരു 90% ആൾക്കാരും വളരെ പോസിറ്റീവായിട്ട് നമ്മൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അത് വോട്ടായി മാറുവാണെങ്കിൽ നമുക്ക് അവിടെ ഒരു കൗൺസിലായി അവർക്ക് ഒരു 5 വർഷം നമുക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കും. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പം തിലകൻ ചേട്ടനെ എന്താണ് മലയാളികൾ അത്രയും നെഞ്ചിലേറ്റിയ മഹാനടനായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ ഇപ്പൊ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇപ്പൊ വരുന്നു എന്ന് പറയുമ്പോൾ പൊതുവിൽ ആളുകളുടെ ഒരു പ്രതികരണം, അതുപോലെ തന്നെ ഫാമിലിയിൽ നിന്നൊക്കെയുള്ള പ്രതികരണം എന്താണ്? അല്ല, ഞാനിപ്പോ ഒരു ബി.ജെ.പി രാഷ്ട്രീയത്തിൽ പെട്ടെന്നൊരു ദിവസം വന്ന ആളൊന്നുമല്ല. ഞാനൊരു 90s മുതൽ 93, 94 കാലം മുതൽ തന്നെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി പഠിച്ച്, പിന്നെ ഒരു 96 ആയപ്പോൾ മുതൽ ഞാൻ ഇതിനോട് കൂടുതൽ അനുഭാവം വരികയും വോട്ട് ചെയ്യാനൊക്കെ തുടങ്ങി. പിന്നെ നമ്മുടെ വാജ്പേയി ഗവൺമെന്റ് വന്നപ്പോഴാണ് ഞാൻ ഇത് പ്രവർത്തിക്കണമെന്നുള്ള ഒരാഗ്രഹം എനിക്ക് വന്നിട്ട് ഞാനിതിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പാർട്ടിയിൽ ഒരു അംഗമായി അങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. കഴിഞ്ഞ 25 വർഷത്തോളമായിട്ട് ഞാൻ ഈ പാർട്ടിയിൽ നിരന്തരമായി പ്രവർത്തിക്കുന്ന ആളാണ്. തിരുവാങ്കുളം ഏരിയ സെക്രട്ടറി ആയിരുന്നു. ഇപ്പൊ ഞാൻ തൃപ്പൂണിത്തുറ മണ്ഡല OBC മോർച്ച വൈസ് പ്രസിഡന്റാണ്. കൂടാതെ ഇവരുടെ തന്നെ സംഘപരിവാർ സംഘടനയായിട്ടുള്ള തപസ്യ കലാസംഘത്തിൽ വരെ തൃപ്പൂണിത്തുറ യൂണിറ്റ് സെക്രട്ടറി ആയിട്ട് 3 വർഷം ഞാൻ പ്രവർത്തിച്ചു. ഇപ്പം ജില്ലാ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു. അപ്പൊ എനിക്ക് ഈ ഒരു രാഷ്ട്രീയമായിട്ടും ഇവരുടെ ആശയങ്ങളായിട്ടൊക്കെ കഴിഞ്ഞ 20-25 വർഷമായിട്ട് ഞാൻ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പം എൻ്റെ കുടുംബത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടാണ്. അവര് പെട്ടെന്ന് നമ്മളിതിലേക്ക് വരുമ്പോൾ അവർക്ക്, പക്ഷെ ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയാണെങ്കിലും എൻ്റെ വൈഫാണെങ്കിലും ഒക്കെ ഇതിനോട് തന്നെ താല്പര്യം കാണിക്കുന്നുണ്ട്. കാലക്രമേണ എല്ലാവരും ഈ ഒരു ധാരയിലേക്ക് കടന്നു വരും തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതായത് വികസന രാഷ്ട്രീയമാണല്ലോ പറയുന്നത്. അപ്പൊ ആ വികസന രാഷ്ട്രീയം ഇപ്പം തൃപ്പൂണിത്തുറയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഴിമതികൾ, പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഒരു മാറ്റം ബി.ജെ.പിയിലൂടെയാണ് എന്ന രീതിയിലേക്ക് തന്നെ ആളുകൾ മാറിയിരിക്കുന്നത്. ആളുകളെല്ലാം പറയുന്നുണ്ട്. നമ്മൾ കാണുന്നതിലൊരു എനിക്ക് തോന്നുന്നൊരു 5% ആൾക്കാർ മാത്രമേ ഉള്ളൂ കട്ട രാഷ്ട്രീയം വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാത്ത എല്ലാവരും
സ്വന്തം രാഷ്ട്രീയം പോലും മാറ്റി വെച്ചിട്ട് ഇത്തവണ തൃപ്പൂണിത്തുറ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്രേ ഉള്ളൂ, ഈ നമ്മൾ കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് ഈ തൃപ്പൂണിത്തുറ ഇങ്ങനെ കാണുകയാണ്. ഞാൻ 50 വർഷമായിട്ട് തൃപ്പൂണിത്തുറ ഇതേ നിലയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മാറ്റവും വന്നിട്ടില്ല തൃപ്പൂണിത്തുറയ്ക്ക്. അപ്പൊ നിങ്ങളും അങ്ങനെ കാണുന്നില്ലേ? അതെ, നിങ്ങളുടെ അടുത്ത തലമുറയ്ക്കും നിങ്ങളുടെ മക്കൾക്കും അവരുടെ മക്കൾക്കൊക്കെ നല്ലൊരു സംവിധാനത്തിൽ ജീവിക്കണമെന്നില്ലേ നിങ്ങൾക്ക്? അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു തവണ ഞങ്ങളൊന്ന് പരീക്ഷിച്ചൂടെ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. കാരണം നിരവധി അവസരങ്ങൾ നമ്മൾ 2 മുന്നണിക്കൂടെ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് വീണ്ടും കൊടുത്താൽ അവരിതൊക്കെ തന്നെ ചെയ്യാൻ പോകുന്നുള്ളൂ. നമുക്കൊരു 5 വർഷം അവസരം തന്നിട്ട് ഞങ്ങൾ എന്താ ചെയ്യുന്നത് നോക്കിയിട്ട് ഇനി ഞങ്ങൾ ചെയ്യുന്നത് ശരിയല്ലാന്ന് തോന്നുവാണെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ നമ്മളെ മാറ്റാനായിട്ട് അവർക്ക് തന്നെ പറ്റും. അടുത്ത വോട്ടിൽ മാറ്റാമല്ലോ. പിന്നെ ഞാൻ പറയുന്ന വേറെ കാര്യം വെച്ചാൽ നമുക്കറിയാം, കഴിഞ്ഞ 11 വർഷമായിട്ട് മോദിജി ഇന്ത്യ ഭരിക്കുകയാണ്. മോദിജിയുടെ ഭരണകാലത്ത് നമ്മുടെ രാജ്യം മുന്നേറിയിട്ടുള്ളത് 11ാം സ്ഥാനത്ത് നമ്മൾ സാമ്പത്തികമായിട്ട് നമ്മൾ 4ാം സ്ഥാനത്തേക്ക് വന്നു. നമ്മൾ സൈനികപരമായിട്ടാണെന്നുണ്ടെങ്കിലും സുഹൃത്ത് ബന്ധത്തിന്റെ ആണെങ്കിലും എന്ത് രീതിയിലാണ് ലോകത്ത് നമ്മൾ വളരെ മുന്നിലാണ് ഇപ്പോൾ. അപ്പൊ നമ്മുടെ രാജ്യത്തെ 1ാം നമ്പർ രാജ്യമാക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടിലൂടെയാണ് മോദിജി നമ്മുടെ രാജ്യത്ത് നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെയും ആഗ്രഹത്തിന്, കാരണം ഞാനൊരു രാജ്യസ്നേഹിയാണ്. നമ്മുടെ രാജ്യം എപ്പോഴും 1ാം സ്ഥാനത്ത് മുന്നേറി നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ്. എല്ലാവരും അങ്ങനെയാണ്. കാരണം ഇവിടെ നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെ രാജ്യത്തിനെതിരെ സംസാരിക്കുന്നവരുണ്ട്. അപ്പൊ അവരെയൊക്കെ നമ്മൾ കണ്ടെത്തി അവരെയൊക്കെ ഒഴിവാക്കി രാജ്യം മുന്നേറാൻ വേണ്ടി നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചുമക്കൾക്കോ ഒക്കെ ഈ നാട്ടിൽ അടുത്ത ഇനി വരും കാലങ്ങളിൽ നല്ല നിലയിൽ ജോലി ചെയ്തും ബിസിനസ് ചെയ്തും ഈ രാജ്യം ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഈ രാജ്യത്തിനോട് കൂടെ നിന്നിട്ട് ഈ രാജ്യസ്നേഹികളായിട്ടുള്ള ആൾക്കാരെ ജയിപ്പിച്ച് ഭരണത്തിൽ കൊണ്ടുവരണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും. ചേച്ചി, ഈ ഒരു നമ്മുടെ കാൻഡിഡേറ്റ് ആയി മാറിയതിന് ശേഷം ആളുകളുടെ പ്രതികരണം എന്താണ്? വളരെ നല്ല പ്രതികരണമാണ്. എല്ലാവർക്കും സന്തോഷമാണ്. എന്ന് വെച്ചാൽ അവിടെ BJPയുടെ പ്രതിനിധി കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചിരുന്നു, ആണായിരുന്നു. അതിലും കൂടുതൽ എന്നോട് എല്ലാവർക്കും താല്പര്യമാണ്. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ഒരു സ്ത്രീയാണ്. ഓരോ അമ്മമാർക്കും ചേച്ചിമാർക്കും എന്നോട് പലതും രഹസ്യമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ. പിന്നെ കുറച്ച് പ്രായമുള്ള അമ്മമാരൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട്, മോദിജി ഇപ്പൊ മെഡിസിൻ്റെ ഇതുണ്ടല്ലോ, ജനൌഷധി, അതാണ് എല്ലാവർക്കും ഭയങ്കര. വെച്ചാൽ 2000-3000 രൂപ കൊടുത്ത് മരുന്ന് വാങ്ങിക്കുന്നവർക്ക് 500 രൂപ താഴെ മരുന്ന് കിട്ടുന്നുണ്ട്. അതൊക്കെ കൊണ്ട് നമ്മളോട് ഭയങ്കര കരുതിയ മോദി ഒരാളാണല്ലോ എന്നുള്ള ആ ഒരു ഇഷ്ടം. എല്ലാവരും നല്ല രീതിയിലാണ് എന്നോട് ഇതുവരെ പ്രതികരിച്ചേക്കുന്നത്. പിന്നെ എല്ലാവരും പറയുന്നത് ഇടതും വലതും ഞങ്ങൾക്ക് താങ്ങി മടുത്തു. ഞങ്ങൾക്ക് സമാധാനപരമായിട്ടൊരു ജീവിതം ഇതിൽ നിന്ന് കിട്ടിയിട്ടില്ല. കാരണം ജീവിതം മീൻസ് അവരുദ്ദേശിക്കുന്നത് എന്താണ് പറയുന്നത്, എന്തൊരു കാര്യം പറഞ്ഞാലും ഓടി വന്ന് ചെയ്തു തരുന്നില്ല എന്നുള്ള ഒരു ലൈറ്റ്. ഞാൻ പോയ എല്ലാ വഴികളിലും സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞ സംഭവമില്ല. അതൊന്നാമത്. പിന്നെ റോഡുകൾ വളരെ മോശം, അമ്മമാർക്കൊന്നും നടക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ഭയങ്കര കഷ്ടമായ ഒരു ഏരിയയാണ് ഞങ്ങളുടെ 19ാം വാർഡ്. അപ്പൊ അതിൽ നിന്നൊക്കെ ഞങ്ങൾക്കൊരു മോചനം തന്നെങ്കിൽ മറ്റൊരാൾ വരണം. അതുകൊണ്ട് BJP എന്തായാലും വരണം എന്നുള്ളത് തന്നെയാണ് അവരും പറയുന്നത്. ഒരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം കൂടുതൽ എന്നോട് എല്ലാവർക്കും. പിന്നെ ചിലർ നമ്മളെ മകളെ പോലെ തന്നെ കണ്ടിട്ട് നമ്മളോട് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് അയ്യോ കാണാൻ കൊതിച്ചിരിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ കൂടെ 2-3 പേര് വരുന്നുണ്ട്. അപ്പൊ അവരും പറയുന്നുണ്ട് അയ്യോ എത്ര സ്വീകരണമാണ് കിട്ടണമെന്ന് വെച്ചാൽ ഓടി വന്ന് അമ്മമാര് കെട്ടിപ്പിടിക്കുമ്പോൾ നമ്മൾക്കൊരു ഫീലാണല്ലോ, നമ്മുടെ അമ്മ ആ ഒരു ഇത് വരും. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഇപ്പൊ ഇതൊരു ക്ഷേത്ര നഗരിയാണ്. ഇപ്പൊ പൂർണ്ണത്ര ക്ഷേത്രമുണ്ട്, അതുപോലെ തന്നെ എന്താണ് രാജനഗരി എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. പക്ഷെ അതിൻ്റെതായ രീതിയിൽ ഇപ്പം കഴിഞ്ഞ ഉത്സവത്തിന് തന്നെ വലിയ വെള്ളക്കെട്ടൊക്കെ വന്നുകൂടെ, അതുപോലെ അഴിമതിയുടെ കുത്തരങ്ങുണ്ട്, അങ്ങനെ പല പ്രശ്നങ്ങളും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള ഇപ്പം ടൂറിസം രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട സ്ഥലമാണ്. പക്ഷെ അങ്ങനെയൊന്നും നടക്കുന്നില്ല. പക്ഷെ BJP വരുമ്പോൾ അതിനൊക്കെ കാര്യമായ മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. ഇവിടെയുള്ള കാണകള് ശ്രദ്ധിച്ചാൽ അറിയാം, ഏതൊരു കാണക്കും കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ബ്ലോക്കാണ്. പക്ഷെ ആ സിസ്റ്റം നമ്മൾ മാറ്റണം. ഈ തുറന്നിരിക്കുന്ന കാണയും വേസ്റ്റ് ഇടുന്ന കാണയും അത് വേണ്ട. നമ്മൾ ഇപ്പോൾ ഞാൻ വിദേശത്തായിരുന്നു കുറച്ച് നാള്. അവിടേക്ക് എന്നുണ്ടെങ്കിൽ വേസ്റ്റ് ഒക്കെ അപ്പൊ തന്നെ പൊടിച്ച് കളയുകയാണ്, ഓൺ ദ സ്പോട്ടിൽ പൊടിക്കുകയാണ്. അങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മളിവിടെ കൊണ്ടുവരണം. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഭയങ്കരമായ മോശം ഇതിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കും. പ്ലാസ്റ്റിക് ആണെങ്കിൽ പോലും റോഡ് ടാർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം അവിടെ. പക്ഷെ ഇവിടെ അതൊന്നും ചെയ്യുന്നില്ല. പിന്നെ വെള്ളം ഒഴുക്കിന്റെ കാര്യം അമ്പലത്തിൽ മാത്രമല്ല എല്ലായിടത്തും ഈ ഒരു പ്രശ്നമുണ്ട്. നമ്മളവിടെ ഒന്നും കാണയില്ല. ശരിക്കും കാണയാണ്, പക്ഷെ അതിൽ മണ്ണും വേസ്റ്റും വന്ന് അടിഞ്ഞേക്കുന്നു. അപ്പൊ ഞാനൊരു കൗൺസിലറായാലും എനിക്ക് എൻ്റെ വാർഡിന്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാൽ ഞാൻ ഓപ്പണായിട്ട് അത് പറയുന്നത്, എൻ്റെ വാർഡിൽ അങ്ങനെ ഞാൻ ഒരു കൗൺസിലറായ ആദ്യം ചെയ്യാൻ പോകുന്ന വെള്ളക്കെട്ടിന് ഒരു പരിഹാരമാണ്. കാരണം ഈ കാണ വേണ്ട നമുക്ക്, അല്ലാതെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമുക്കതിൽ കൊണ്ടുവരാൻ പറ്റും. വിദേശ രാജ്യങ്ങളിൽ ചെയ്തിരിക്കുന്ന പോലെ ആർക്കും ഉപദ്രവം ഇല്ലാത്ത വിധത്തിൽ വെള്ളം മാത്രം ഒഴുകി പോകുന്നു, വേസ്റ്റ് അതിലേക്ക് വീഴാത്ത വിധത്തിലുള്ള സംവിധാനം ചെയ്യാം. അങ്ങനെ ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. അതൊരു പരിഹാരം, നല്ലൊരു മെത്തേഡായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അവിടുത്തെ ആ സിസ്റ്റം വെച്ചിട്ട് നമുക്ക് ഇവിടെ ചെയ്യാനുള്ള, മോദിയാണല്ലോ നമ്മൾ പറഞ്ഞ എന്തായാലും ചെയ്തു തരുന്ന ഒരൊറ്റ ഉറപ്പുണ്ട്. അതുകൊണ്ട് പ്രധാനമായിട്ടും നമ്മുടെ തൃപ്പൂണിത്തുറ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ വെള്ളക്കെട്ട്,
പിന്നെ നമ്മുടെ ഇവിടെ കൺജഷൻ, അതായത് യാത്ര ചെയ്യാനുള്ള സൗകര്യം, വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല, എപ്പോഴും ഭയങ്കര തിരക്ക്, ആൾക്കാർ നടക്കാനുള്ള സൗകര്യങ്ങളില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ എന്താ പറയുക, ഈ പോക്കറ്റ് റോഡുകളെല്ലാം വളരെ മോശമായിട്ട് ശോചനീയ അവസ്ഥയാണ്. കൊതുകിന്റെ ശല്യം, അങ്ങനെ ഒരുപാട്. ഇത്ര 45 വർഷം ഒരു ഭരിച്ചിട്ട് ഇവർക്ക് 45 വർഷം കൊണ്ട് ഇവർക്ക് ഇത് നന്നാക്കാൻ പറ്റില്ല. ഇനി ഏത് കാലത്ത് ഒരു നന്നാക്കാനാ? ഒരിക്കലും നന്നാക്കാൻ പോകുന്നില്ല. അതേസമയം BJP വന്നാൽ BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ എല്ലാം ഒരു 10 കൊല്ലം മുന്നേ ഉള്ള അവസ്ഥയല്ല ഇന്ന് ആ സ്റ്റേറ്റിലൊക്കെ. പിന്നെ നോക്കാം, ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 ഈ മറ്റേ ശുചിത്വത്തിന്റെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള സ്റ്റേറ്റ് ഇൻഡോറാണ്. വർഷങ്ങളായിട്ട് ഇൻഡോറാണ്. ഇൻഡോർ ഉത്തരേന്ത്യയിലാണ്, കേരളത്തിലല്ല. നമ്മൾ വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ള ആൾക്കാരാന്ന് പറയുകയും ചെയ്യും. പക്ഷെ നമ്മൾ നമ്മുടെ പരിസരങ്ങളൊക്കെ വളരെ മലിനമായിട്ട് ചെയ്യുന്ന ഒരാൾക്കാരാണ്. അപ്പൊ അതിലൊക്കെ ഒരു മാറ്റം പറഞ്ഞെങ്കിൽ ഇനി BJP വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. തൃപ്പൂണിത്തുറ മുഖച്ഛായ തന്നെ മാറ്റാൻ പറ്റും. നമുക്ക് അത് ഒരവസരം ജനങ്ങൾ തരിക എന്നുള്ളതാണ് ഇത് പ്രധാനം. ജനങ്ങളത് ചിന്തിച്ചുകൊണ്ട് തരിക. പിന്നെ നമുക്കിപ്പോൾ മനസ്സിലായിട്ടുള്ള, പണ്ട് നമുക്കതൊരു തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നു. BJP എന്ന് പറയുമ്പോൾ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കുമ്പോൾ ഞാൻ വീടുകളിൽ ചെല്ലുന്ന സമയത്ത് നമ്മുടെ മുഖത്തേക്ക് നോക്കില്ല, ചിരിക്കില്ല, നമ്മൾ കൊടുക്കുന്ന പേപ്പർ വാങ്ങിക്കാൻ ബുദ്ധിമുട്ട്, വാങ്ങിച്ചാൽ തന്നെ അത് ഒരു മൂലയിലേക്ക് ഇടും, നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ വലിച്ചെറിയും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ പാടേ മാറി. നമ്മുടെ തൊട്ടുകൂടായ്മയൊക്കെ പോയി. നമ്മൾ അവരുടെ ഒരു സുഹൃത്തിനെ പോലെ നമ്മളെ സ്വീകരിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു. അതിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് മോദിജിയാണ്. മോദിജിയുടെ കഴിഞ്ഞ 11 വർഷത്തെ ഭരണം ജനങ്ങൾ നേരിട്ട് അതിന്റെ ആ വികസനത്തിന്റെ അനുഭവം ജനങ്ങൾക്ക് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ BJP കുഴപ്പമില്ല എന്നൊരു. നമ്മളെക്കുറിച്ച് വളരെ തെറ്റായ ഒരുപാട് വാർത്തകളും ഒരുപാട് കാര്യങ്ങളും ഈ മീഡിയയും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലൊക്കെ തെറ്റായ ധാരണകളുണ്ട്. അതൊക്കെ നമുക്ക് ഈ പ്രചരണത്തിനിടയിലൊക്കെ ഒരുപാട് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു അവസരമാണ്. അങ്ങനെ ഞാനതാ പറയുന്നത്. നമ്മൾ ജയിക്കോ തോക്കോ എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. നമ്മളുടെ ആശയം, നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് ജനങ്ങളിലേക്ക് എത്തിച്ച് അവരെ ബോധ്യപ്പെടുത്തുക. നമ്മൾ അങ്ങനെ ഒരു രാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്, അല്ല ജനങ്ങൾ ഉപദ്രവിക്കാൻ നിൽക്കുന്നതല്ല, അല്ലെങ്കിൽ ആരെങ്കിലും മാറ്റി നിർത്താൻ നിൽക്കുന്നതല്ല, എല്ലാ സമുദായത്തെ ഒരേപോലെ കാണുന്നതാണ് എന്നൊക്കെ രീതിയിൽ നമ്മൾ ജനങ്ങളെ അറിയിക്കാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണിത്. അത് ഞങ്ങൾ മാക്സിമം എല്ലാ വീടുകളിലും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് തിരുത്താം. പലരും തെറ്റിദ്ധരിച്ച് വെച്ചിട്ട് നമ്മൾ നിങ്ങൾ മറ്റേ എന്താ പറയുക, എന്നോട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, നിങ്ങൾ മറ്റേ പ്രളയം വന്നപ്പോൾ നമ്മൾ സഹായിച്ചല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, 2250 കോടി രൂപ പിണറായി വിജയൻ ബാങ്കിലിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞില്ല, അത് ഞങ്ങൾ അറിഞ്ഞില്ല, നിങ്ങൾ കൊടുത്തില്ല ഞങ്ങൾ അറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഒരു സൈഡ് മാത്രം വാർത്ത പറയുന്നു, രണ്ട് സൈഡും പറയുന്നില്ല. അയ്യോ അങ്ങനെ ഉണ്ടോ, അങ്ങനെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ അങ്ങനെ പല കാര്യങ്ങളും പറയാനൊക്കെ നമ്മൾ മറുപടി പറഞ്ഞപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു. അവരിപ്പോൾ പ്രായമുള്ള ആൾക്കാരാണ്, അവർക്ക് സോഷ്യൽ മീഡിയയിലൊന്നും അറിയാൻ പറ്റുന്നത്. ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും മോദിജി മൈ ഹീറോ എന്ന് എടുത്ത് പല വീട്ടിൽ ചെല്ലുമ്പോൾ കുട്ടികളൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ ചോദിക്കാറുണ്ട്, പിള്ളേരെ കാണുമ്പോൾ പറയാൻ നിങ്ങൾക്ക് മോദിജി ഇഷ്ടമാണ്, പിന്നെ മോദിജി എൻ്റെ ഹീറോ ആണ്. അപ്പം അച്ഛനും അമ്മയോടും പറഞ്ഞു കേട്ടോ, ഞാൻ മോദിയുടെ പാർട്ടി ആളാണ്, എനിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവർ പറയാമെന്ന് പറയാം. അപ്പം അങ്ങനെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഭയങ്കര ഒരു വൈബ് ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അതിന് നുണപ്രചരണത്തിലൂടെ മാറാതിരുന്നാൽ കേരളത്തിൽ വളരെ ഒരു വ്യത്യാസം വരും, വളരെ ഒരു മിറക്കിള് സംഭവിക്കും. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരിക്കലും ഇനിയൊരു നുണപ്രചരണം നടക്കില്ല. കാരണം LDF UDF കുത്തഴിഞ്ഞ ഈ ഭരണം സർവർക്കും അടുത്തു. സത്യം പറഞ്ഞാൽ സർവർക്കും അടുത്തു. പക്ഷെ ഇപ്പൊ എല്ലാവരും പറയുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് BJP വന്നാൽ മതി എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും എന്നുള്ളത്. കാരണം ജനങ്ങൾക്ക് മടുത്തു. ഒരു ഗ്രാമസഭ പോലും അറിയുന്നില്ല എന്നുള്ളത്. അതായത് വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗ്രാമസഭ നടത്തുന്ന വാർഡുകളുണ്ട്. അപ്പൊ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മളുടെ എന്താണ് കേന്ദ്ര ഗവൺമെന്റ് എല്ലാ പദ്ധതികളും എന്തൊക്കെ എല്ലാവർക്കും ചെയ്തു കൊടുക്കാൻ പറ്റും അതെല്ലാം ചെയ്തു കൊടുക്കണമെങ്കിൽ നമ്മളെപ്പോലുള്ള ഒരാൾ അവിടെ വന്നിരിക്കണം. എന്തിനും ഓടിച്ചെന്ന് നമ്മൾക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ഇപ്പൊ നമ്മൾ ചെറുപ്പക്കാർ, ഞാൻ പുള്ളി പറഞ്ഞപ്പോ ഞാൻ അത് ഓർത്തു. ഞാൻ ഒരു വീട്ടിൽ ചെന്നു. ആള് റിഫൈനറിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. പക്ഷെ ആളും വൈഫും മകനും ഉണ്ട്. എൻ്റെ അടുത്ത് ഞാനൊന്നും ചോദിച്ചു പോലുമില്ല. പക്ഷെ ആ മകൻ എന്നോട് പറഞ്ഞത്, ഞാൻ മോദിജിയുടെ ഫാനാണ്, ഞാൻ എൻ്റെ വീട്ടിലുള്ള എല്ലാ വോട്ടും മോദിക്കാണ്, അത് ഞാൻ ആന്റിക്ക് ചെയ്യൂ എന്നൊക്കെ പറയാം. എൻ്റെ ആദ്യത്തെ വോട്ടാണ് ആന്റി. അത്രയും കുട്ടികൾ അത്ര ഇതാണ് മോദിയെ കുറിച്ച്. എനിക്ക് തോന്നുന്നത് നമ്മള് 40-40 വയസ്സിന് ശേഷമുള്ളവർക്ക് പോലും അത്ര ഇതില്ല. പക്ഷെ ഇവരാണ് കൂടുതലും മോദിയെ കുറിച്ച് വളരെ പഠിച്ചാണ് ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. തീർച്ചയായിട്ടും. എന്തായാലും എല്ലാവരും മോദി എന്ന പേരിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും രണ്ടുപേർക്കും എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. ഒരുപാട് നന്ദി.